ഗൈസ്, നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ നാളായി നമ്മള് കുറച്ച് ഫുഡ് ചലഞ്ചുകളൊക്കെ ചെയ്തിട്ട് സോ നമ്മള് ലാസ്റ്റ് ചലഞ്ച് കുറച്ച് അടുത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അതെ 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 അതെ. അപ്പൊ നമ്മള് ലാസ്റ്റ് ചെയ്ത് നമ്മൾ മന്തി ചലഞ്ച് ചെയ്തു, ബിരിയാണി ചലഞ്ച് ചെയ്തു, അങ്ങനെ കുറെ സീരീസ് നമ്മൾ അതിന്റെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോഴാണ് നമ്മളെ മനസ്സിലോട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു അതിഥി കടന്നു വന്നത്. അത് ആരാണ് മുതലേ? നീ ചിരിക്കണ്ട, നിനക്ക് തിന്നാൻ പറ്റൂല. അപ്പൊ ബെസ്റ്റ് പാനിപൂരി ഇൻ അവർ സിറ്റി, അതായത് നമ്മളെ ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും അടിപൊളി പാനിപൂരി ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അത് നമ്മൾ 1 to 5 1 to 5 നമ്മൾ സ്റ്റാർ കൊടുക്കുന്നതാണ്. ഇത് ബെസ്റ്റ് സാധനം, അത് ബഡ്ജറ്റ് വെച്ചിട്ടും ക്വാളിറ്റി ആൻഡ് ടേസ്റ്റ് വൈസും നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പൊ നമ്മൾ പലയിടത്തുനിന്ന് വാങ്ങും, ചിലപ്പോൾ നമുക്ക് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങും, പിന്നെ ഏറ്റവും 5 സ്റ്റാർ നമ്മൾ പോയി നോക്കും. അപ്പം ബെസ്റ്റ് പാനിപൂരി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലല്ല, പാനിപൂരി ക്വാളിറ്റി റേറ്റ് എല്ലാം വെച്ച് നമ്മൾ ഔട്ട് ഓഫ് 5 നമ്മൾ സ്റ്റാർ ചെയ്യുന്നതാണ് അല്ലെ, വിലയും വെച്ചിട്ട് തുടങ്ങിയാലോ. പക്ഷെ നിങ്ങൾ എങ്ങനെ പാനിപൂരി അടിക്കും? ഈ പാനിപൂരി എന്ന് പറഞ്ഞൊരു ഫുഡ് നമുക്ക് ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു ഫുഡാണ് പാനിപൂരി. കാരണം അത് ഒരു പീസ് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വേറെ എന്ത് നമ്മൾ കഴിച്ചാലും നമുക്ക് അടുത്ത ആൾക്ക് ഇത്ര മതി എന്ന് പറഞ്ഞ് കൊടുക്കാം. പക്ഷെ അത് സാധിക്കില്ല. ഇത് മൊത്തത്തോടു കൂടി കഴിക്കുന്ന ഒരു രീതി ഇല്ലേ വെറുതെ. സത്യത്തിൽ ഈ പാനിപൂരി എന്ന് പറഞ്ഞൊരു ഫുഡ് എനിക്ക് നേരത്തെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി ആയിരുന്നു. കാരണം മുംബൈ പോയിട്ടാണ് എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിലൊരു ദിവസം ഉണ്ടാക്കി കുറെ വട്ടം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ ഈ റീൽസ് കാണുമ്പോൾ ബായിമാരൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോകൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. കേരളത്തിൽ അങ്ങനത്തെ ബായിമാരില്ല. എന്താണെങ്കിലും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ അത്ര ഹൈജീനിക് ആയിട്ടല്ല ഈ പാനിപൂരി റീൽസ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ മുംബൈ പോയപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലോണം നമ്മൾ കഴിച്ചു. അപ്പം ഈ പാനിപൂരി ഇഷ്ടമല്ലാത്ത ആൾക്കാർ താഴെ കമന്റ് ചെയ്യണം. അമ്പോട്ടനെ ഞാനിപ്പം ഈ മൈക്ക് എടുത്ത് കൊടുക്കണം. പറഞ്ഞോ, എന്ത് വേണം? കൊടുത്തു. തറയിട്ടാ പോയി. അല്ല, കാര്യം പറയാൻ വേണ്ടി തന്നത്. ഹലോ ഗായ്സ്. അപ്പൊ അമ്മയുടെ ഫോണിൽ ഇപ്പം ബ്ലോഗ് ഒക്കെ എടുക്കാൻ പോട്ടൻ. ഹലോ ഗായ്സ്, റെക്കോർഡ് വെച്ചിട്ട് കാര്യം പറയും, റെക്കോർഡ് ഓഫ് ആക്കിയിട്ട് പിന്നെ റെക്കോർഡ് ആണായിട്ട് കാര്യം പറയും. ഹലോ ഗായ്സ്. നീ ഹലോ ഗായ്സ് പറയുന്ന കേൾക്കായിരിക്കും ആൾക്കാർ. ഹലോ ഗായ്സ് ഇല്ല. സോ ഗായ്സ്, ലെറ്റ്സ് ഗോ. നമുക്ക് കണ്ടുപിടിക്കാം ഏറ്റവും ബെസ്റ്റ് പാനിപൂരി ഏതാണെന്ന്. ഇല്ലേ അമ്പൂട്ടാ? അപ്പൊ പോവാം. സുന്ദരൻ നേച്ചെടുത്ത ഡാൻസ് ആയിരുന്നു കേട്ടോ. കുടിമേ കൊള്ളാം, നിർത്തും കൊള്ളാം, എർത്തും കൊള്ളാം, ഡ്രസ്സും കൊള്ളാം. ഇന്ന് നോർത്ത് ഇന്ത്യൻ ഫുഡ് ആണോ, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ടച്ച്. പോവാ. വൈറ്റ് ആണ് നമുക്ക് മെയിൻ. ബാക്കി പോ സാറേ, ബാക്കി പോ. നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഏതാ നല്ല പാനിപൂരി. പോ. ഫ്രണ്ട് സീറ്റ് അങ്ങ് കരസ്ഥമാക്കി ഇരിക്കുകയാണ്, പക്ഷെ നടക്കൂല. ഇതുണ്ടോ അമ്പൂട്ടൻ ചെറുതായിട്ടൊന്ന് വീണതാട്ടോ. നെറ്റിയുണ്ടോ ചെറിയ സ്ക്രാച്ച്. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് നമ്മള് പാനിപൂരി കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും എവിടെ ആദ്യം 5 സ്റ്റാർ തുടങ്ങാന്ന് വിചാരിച്ചു. കുറെ നാളെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക്. എനിക്ക് അന്നൊരു ദിവസം വന്നപ്പം പാനിപൂരി ഇങ്ങനെ മെനുവിൽ കണ്ടെങ്കിൽ എനിക്ക് തോന്നി. അപ്പൊ ഇവിടെ എപ്പോഴും ഉണ്ടാവുന്നില്ലെന്ന് അറിയത്തില്ല. അപ്പൊ ഇവിടെ ചോദിച്ചപ്പം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇല്ലായിരിക്കും, അവരുണ്ടാക്കി തരാന്ന് പറഞ്ഞു. എന്തായാലും നോക്കാം, കാണുമായിരിക്കും. അപ്പൊ ഇവിടത്തെ എത്രയായിരിക്കും പാനിപൂരി റേറ്റ്? നല്ല റേറ്റ് ആവും. നല്ല റേറ്റ് ആവും. അപ്പൊ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് 5 സ്റ്റാർ പാനിപൂരി കഴിച്ച് പിന്നെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. പക്ഷെ അവിടെ പാനിപൂരി ഷോപ്പ് കുറവാടാ. നേരത്തെ റോഡ് സൈഡ് ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ അടച്ചിട്ടേക്കുന്നത്. അവിടെ അവര് വന്ന് ഓർഡർ എടുത്തായിരുന്നു ഓൾറെഡി. ഷെഫ് വരുന്നു, കൊണ്ടുവരണം. വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ആംബിയൻസ് ഉണ്ടല്ലോ, വെയിറ്റ് ചെയ്യാം. ഫോട്ടോ എടുക്കണോ അമ്മയ്ക്കും മോനും? നല്ല ഫോട്ടോ ഒക്കെ എടുത്തരാം. ബാ, അപ്പോഴത്തേക്കും പാനിപൂരി വരട്ടെ. ഓക്കെ. നമ്മുടെ പാനിപൂരി എത്തി. 5 സ്റ്റാർ പാനിപൂരി ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ട്രൈ. ഫസ്റ്റ് നീ തന്നെ തുടങ്ങിക്കോ. ഒരു ഡ്രിങ്ക് ഉള്ളല്ലേ? ഒറ്റ ഡ്രിങ്കേ ഉള്ളൂ. ഇങ്ങനെയാണ്. ഞാൻ പിടിക്കണോ? ഓക്കെ. ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു ഫുഡാണ് പാനിപൂരി. ഓക്കെ.
എപ്പടി ആ വായിലോട്ട് വെക്കുമ്പോഴേ ആ ഒരു തണുപ്പുണ്ടല്ലോ. തണുത്താണോ അത് മുമ്പേ കഴിച്ചത് അതുപോലെയാണോ? അത് നമ്മൾ തൈരുണ്ടായിരുന്നു, തൈരൊന്നുമില്ല, പക്ഷെ ഒരു തണുപ്പുണ്ട്. പിന്നെ പിന്നെ ആ ഗ്രീൻ വെള്ളം വേണമായിരുന്നു. ഗ്രീനോ? ഇതിപ്പോ പുളി മാത്രമായി പോയി, പുളിവെള്ളം മാത്രമായി പോയി. പുളി കൂടുതലാ. പിന്നെ പക്ഷെ ബാക്കി ഒക്കെയാണ്. അകത്ത് കാണാൻ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ മസാല തേച്ച് പലയിടത്തും വ്യത്യാസമുണ്ട്. ചിലർക്കൊന്നും മിച്ചർ സവാള ഇല്ല, അത് പറയുന്നത്. സവാള ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. കിഴങ്ങും മല്ലിയിലയും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അവര് തണുത്തിറങ്ങുമല്ലേ ഇങ്ങനെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കറക്റ്റ് നമ്മളെ മുംബൈയില് കഴിച്ച ആ ഒരു തണുത്ത ഇവിടുന്ന് കഴിയുമ്പോ ഈ തണുത്ത സാധനമില്ല, ഫ്രിഡ്ജ് വെക്കുമായിരിക്കും അവരല്ലേ. ആ വെള്ളത്തിന്റെ തണുപ്പ്. പുളിയില്ലേ, പുളിവെള്ളം മാത്രം ആയതുകൊണ്ടാ. മറ്റേതുകൂടെ വേണമായിരുന്നു. ചിലടത്ത് എരിയും ഒരുപാട് മിശ്രിതം കാണും. കൊള്ളാം കഴിച്ചത്. പാനിപ്പൂരി തിന്നുമ്പോ സംസാരിച്ചൂടാ. ലാസ്റ്റ് പാനിപ്പൂരി 5 ഉണ്ടായിരുന്നല്ലേ? ക്വാണ്ടിറ്റി നോക്കുവാണെങ്കിൽ ഒരു പ്ലേറ്റ് 5 പ്ലസ് നമുക്ക് ഒരു വെള്ളമാണ് തന്നത്. പലയിടത്തും ഒരുപാട് വെള്ളമുണ്ട്. പാനിപ്പൂരി ഇല്ല, നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നതാണ്. ഇവിടെ പാനിപ്പൂരി ഇപ്പൊ ഇല്ലായിരുന്നു തോന്നുന്നു. കാരണം പിന്നെ നമ്മളൊന്നും ചോദിച്ചപ്പോൾ നമുക്ക് റെഡിയാക്കി തന്നവര്. പക്ഷേ ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ബില്ല് എത്ര രൂപയും കൂടി ആയി നോക്കിയിട്ട് നമുക്ക് ഒരു ഓവറോൾ മാർക്ക് 1 5 നമുക്ക് കൊടുക്കാം, സ്റ്റാർ കൊടുക്കാം. ആംബിയൻസ് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു രക്ഷയില്ല. ആംബിയൻസ് ആണ് നമുക്ക് അടിപൊളിയാണ്. ലാസ്റ്റ് ഓക്കെ, ഇനി നമുക്ക് ബില്ല് വരട്ടെ. എന്നിട്ട് നമുക്ക് സ്റ്റാർ ഇടാം. ബില്ലൊക്കെ വാങ്ങി മൃദുല വന്നിട്ടുണ്ട്. ഇരിക്കണോ? അതൊറ്റി ബില്ല് കിട്ടി ഉടനെ ഇരിക്കുന്നേ. ഞാൻ ഗസ് ചെയ്യട്ടെ. 250 300 അതുക്കും മേലെയോ? തമ്പുരാനെ 471 രൂപ. കുഴപ്പമില്ല. ഒരു പാനിപ്പൂരിക്ക് 500 രൂപ ഗൈസ്. സാധാരണ കടയിൽ നിന്നാണെങ്കിൽ ഒരു ദിവസം വേണേ ഫുഡ് കഴിക്കാറില്ലേ? ഇത് പിന്നെ 5 സ്റ്റാർ ആണ്. അപ്പൊ നമുക്ക് ഞാൻ ഔട്ട് ഓഫ് 5 എനിക്ക് തോന്നുന്നു എത്ര കൊടുക്കണം? ഒരു 3 കൊടുക്കാം. ഓക്കെ, 5 നമ്മൾ 3 സ്റ്റാർ കൊടുത്തിരിക്കുന്നു. നമുക്ക് ആയിരിക്കുന്ന പാനിപ്പൂരി ഉള്ളി 471 രൂപ ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളടത്ത് കഴിച്ചു നോക്കാം. ടേസ്റ്റ് വൈസും പ്രൈസ് വൈസും എല്ലാം കൂടി ഇതെല്ലാം കൂടി നോക്കിയിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു ഫുഡ്. നല്ല ഫുഡ്, നല്ല അടിപൊളി ഇഷ്ടപ്പെട്ടു. നല്ല പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ബാക്കിയുള്ളത് പുളിവെള്ളം മാത്രമല്ല, പുളി ഇച്ചിരി കൂടി പോയി. മറ്റേ എരിയുള്ള പച്ച കളർ മിന്റ് വെള്ളം ഉണ്ടല്ലോ, അതും വേണമായിരുന്നു. പിന്നെ സവാള ഒന്നും ഇല്ലായിരുന്നു. പിന്നെ റേറ്റ്, പിന്നെ 5 സ്റ്റാറിലാണ് റേറ്റ് ആവും. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് അടുത്തടുത്തോട്ട് പോവാം. അങ്ങനെ നമ്മള് ഓബേ താമരയിലെ കഴിഞ്ഞ് നമ്മൾ പഞ്ചാബി പഞ്ചാബി. അപ്പൊ അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹോയ് പഞ്ചാബി ഉള്ളത്. അപ്പൊ പഞ്ചാബി അല്ല, ഹോയ് പഞ്ചാബ്. ഹോയ് പഞ്ചാബ്. അപ്പൊ ഇവിടുത്തെ പാനിപ്പൂരി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. കുറച്ച് സ്ഥലങ്ങളിൽ നമ്മളിവിടെ പാനിപ്പൂരി ഉള്ളൂ, നമ്മളെ ഈ ലൊക്കേഷനിൽ അല്ലേ? വളരെ കുറച്ച്. ഇപ്പൊ നമ്മളിപ്പം സ്ട്രീറ്റിൽ നിന്ന് കഴിച്ചിട്ടില്ല. നമ്മള് നല്ല അത്യാവശ്യം നല്ല റെസ്റ്റോറന്റിൽ നിന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മള് രണ്ടാമത്തെ ഷോപ്പായിട്ടുള്ള ഹോയ് പഞ്ചാബിലെ പാനിപൂരി ട്രൈ ചെയ്യാം. വെൽക്കം ബാക്ക്. ഞാൻ ഇല്ല KFC കയറിപ്പോയാണൊക്കെ. കയറി പോകുമ്പോ ഇത്ര ഇന്റർ കൊടുത്തിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കണം. ഈ സാധനം ചിലപ്പം കാണൂല്ലേ നമുക്ക് പറയാൻ പറ്റത്തില്ലേ. ഇവിടെ ആംബിയൻസ് രക്ഷയില്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം വന്നിട്ടുണ്ട്. ഹേ ഗൈസ്, ഇവിടെയും 5. പക്ഷെ ഇവിടുത്തെ ആംബിയൻസും ഇവർ പ്രസന്റ് ചെയ്ത രീതി
അത് ടോപ്പ് നോച്ച്. അത് 5 സ്റ്റാറിനെക്കാട്ടിയും രക്ഷയില്ല. നിങ്ങൾ തന്നെ കണ്ടില്ലേ കൊണ്ടുവന്ന വിധവും ആ ഒരു പ്രസന്റേഷൻ. അതൊന്ന് പൊട്ടിക്കേട്ടാ. അത് അടിപൊളിയാട്ടോ. അതും എത്ര സോസാന്ന് നോക്കി. ഇത് 2 സെയിം ആണ്. ഇത് മിന്റും ഉണ്ട്, പുളിയുണ്ട്, എരിയും പുളിയുണ്ട് സെയിം. ഇതിന്റെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഇതിനകത്തൊരു ഇലയൊക്കെ ചെയ്തിട്ടുണ്ട്. സവാള ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് സവാള. എനിക്കൊന്നും പാനിപ്പൂരി പലയിടത്തും സവാള വരത്തില്ലടാ തോന്നുന്നു. സോ ലെറ്റ്സ് ടേസ്റ്റ് ഗൈസ്. പിന്നെ സംസാരമൊന്നുമില്ല, സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നേരെ ആദ്യം കുറച്ച് പുളിവെള്ളം, പകുതി പുളിവെള്ളം, പകുതി നമുക്ക് എരിയും മിക്സ് ചെയ്യാം. ഓക്കെ, പ്രസന്റേഷൻ എങ്ങനെയുണ്ട് മൃദുലേ? അവിടുത്തെ കാട്ടി സൂപ്പർ അല്ലേ? സോ പച്ചയല്ല, കഴിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ മതി, കാരണം തൊണ്ടയിലൊക്കെ കയറുന്നത്. മെൽറ്റിങ് ആണോ? എന്തോ ഫ്ലേവർ. ഈ സാധനം 2 ഡ്രിങ്കും ഉണ്ടല്ലോ. ഇത് പൊളിയാട്ടോ. നോക്കിയിട്ട് നമുക്ക് സ്റ്റാർ ഇടാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒന്ന് കാണിച്ചേ. പക്ഷെ ഇത് പോവില്ലല്ലേ? ഇത്രയും വെള്ളം ഒഴിച്ചാലേ ആ ഒരു റൗണ്ട് സാധനത്തിൽ അതിൽ തന്നെ ഇരുന്നോളൂ. നിങ്ങൾക്ക് പാനിപ്പൂരി ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള കമന്റ് കേട്ടോ. ടേസ്റ്റ് ചെയ്യോ? ആദ്യം മിന്റ് ഒഴിച്ച്, മിന്റ് പിന്നെ നമ്മുടെ പുളി കലക്കി ഒഴിക്കും. അമ്പൂന് മാത്രം ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അടി ഇത് നമ്മൾ കാണുമ്പോൾ തോനെ ഉണ്ടെങ്കിലും ഇച്ചിരി ഉള്ളു. കറക്റ്റ് അത് ഒഴിക്കുമ്പോൾ തീരും കേട്ടോ. കുറച്ചുകൂടെ ഒഴിക്കും കേട്ടോ, കാരണം നിറയണം. നിറച്ചുള്ള പരിപാടിയാണോ? നിറച്ച് തുളുമ്പുള്ള പരിപാടി. ഓപ്പൺ നമ്പർ 3 അടിക്കുന്നു. വെറുതില്ല. അയ്യോ നിറച്ച കേട്ടോ. സംസാരിക്കരുത്, മണ്ടേ കയറി കേട്ടോ ഈ ഫുഡ് സംസാരിച്ച് വെച്ചോണ്ട്. പൊളി, അടിപൊളി അല്ലേ? അങ്ങനെ പഞ്ചാബിലെ പാനിപ്പൂരി കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. മൃദുലേ എത്ര രൂപയ്ക്കാണോ ഗസ് ചെയ്യട്ടെ? ഒരു 200. 197 രൂപ. അടിപൊളി പൈസക്ക് അടിപൊളി. 5/5. നമുക്കൊന്നും പറയാനില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ 2 ആ ഒരു പ്രസന്റേജ് എല്ലാം വൈബ് എല്ലാം മൊത്തത്തിൽ കൊള്ളാം. നല്ല ടേസ്റ്റും ഉണ്ട് സാധനം. കറക്റ്റ് നമ്മളെ മുംബൈയിലൊക്കെ കഴിച്ച ഏതാണ്ട് തണുപ്പില്ലായിരുന്നു കേട്ടോ. തണുപ്പില്ലായിരുന്നു. ഓബെ താമരയില തിന്നുമ്പോൾ നമുക്കൊരു ഇവിടുന്ന് ഒരു തണുത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. എനിവേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ടേസ്റ്റ് വൈസ് ഇഷ്ടപ്പെട്ട്. പിന്നെ ബഡ്ജറ്റും കുറവാണ്. 197 രൂപ. അവിടെ നമുക്ക് 500 രൂപ അടുപ്പിച്ചായി. ഇവിടെ നമുക്ക് 197. അപ്പം 5 സ്റ്റാർ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഓയ് പഞ്ചാബ്. അപ്പൊ നമുക്ക് അടുത്തടുത്തോട്ട് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ അടുത്ത ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സ്ട്രീറ്റ് ആട്ടോ നമ്മുടെ ശംഖുമുഖത്ത്. ഇവിടെ ഇഷ്ടം പോലെ പാനിപ്പൂരി കടയുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാം. അമ്പു നല്ല ഉറക്കം. അതെ, ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വരാം. ഇവിടെ പാവ് ബജി ഒക്കെ ഉണ്ട് കേട്ടോ. പാവ് ബജി, കടലയുടെ സാധനം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ നമുക്ക് പാനിപ്പൂരി റെഡിയാക്കും. വെള്ളമൊക്കെ ബോക്സിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലായിടത്തു നിന്നും കിട്ടിയതിനെക്കാട്ടിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാനിപ്പൂരി കേട്ടോ. ഇതിനകത്ത് അവർ കറി കണക്ക് എന്തോ ഒരു സാധനമൊക്കെ ഒഴിച്ച്, എനിക്ക് അറിയത്തില്ല. വെള്ളവും അതിനകത്ത് തന്നെ അവരങ്ങ് ഒഴിച്ച്. ഷോപ്പിൽ നമുക്ക് ഹോട്ടലിൽ അത് കണക്ക് കിട്ടത്തില്ല. വെള്ളമുണ്ട് തട്ടല് നേരെ പിടിക്കണേ. കൊള്ളാം, പക്ഷെ ഇച്ചിരി പുളി കൂടിപ്പോയി. കാരണം എരിയില്ല, ഭയങ്കര പുളിയുണ്ട്. മിച്ചറിന്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നു. മിച്ചറിന്റെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത്. അല്ല, വായിൽ വെക്കാൻ ഏതാണ്ട് ഇത് പോയി, മൊത്തം ഏതാണ്ട് പൊട്ടിപ്പോയി. കൈക്ക് ഇങ്ങനെ ഒരു ഞെക്ക് വെക്കും എല്ലാത്തിലും. എന്തിനാ അറിയത്തില്ലടാ. അവര് പൊട്ടിച്ചാ പോരെ കയ്യിൽ. ഇത് ഇതാണ്ട് ഇതെല്ലാം ഞെക്കി പൊട്ടിച്ച് ഞെക്കി പൊട്ടിക്കും. എന്താണോ ഞെക്കി പൊട്ടിക്കുക. ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ലോ. ഈ സാധനം അങ്ങ് കുതിർന്നു പോയി.
പാനിപ്പൂരിയുടെ ഫീൽ കിട്ടുന്നില്ല. തരൂ, സൂക്ഷിച്ച് ഹാൻഡിൽ വിത്ത് കയറാം. ശരിയാടാ, ഇതിപ്പം പാനിപ്പൂരി എന്തൊരു പാനിപ്പൂരി മൊത്തം നമ്മൾ ഒഴിക്കും വെള്ളം. സാധാരണ സ്ട്രീറ്റിൽ നിന്നാണ് കറക്റ്റ് പാനിപ്പൂരി കിട്ടുക. അല്ലെങ്കിൽ അവർ ഒഴിച്ചൊഴിച്ച് ഓരോന്നിലും ഒഴിച്ചൊഴിച്ച് അപ്പൊ തന്നെ ഈ ഒരു അവസ്ഥയിലായിട്ടോ പാനിപ്പൂരി. പോരാ, ടേസ്റ്റ് വൈസ് അത്ര അല്ലേ. ഇത് നമുക്ക് അന്നേരം ഒഴിച്ച് തന്നാൽ മതിയായിരുന്നു. എത്രയായാലും നമ്മൾ ഈ ഒരു പുറത്തെ സാധനത്തിന്റെ ഒരു ക്രിസ്പിനെസ് കൂടെ വന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പക്ഷെ വൃത്തിയുണ്ട്, നമുക്ക് കാണാം അവരിവിടുന്ന് ഉണ്ടാക്കുന്നത്. അല്ല, അവരുടെ ജീവിതമാർഗ്ഗമാണ്. നമുക്കിത് കഴിക്കാനൊക്കെ പറ്റും ഫുള്ള്. പക്ഷെ അവര് പാനിപ്പൂരിയുടെ ആ ഒരു ഫീലിൽ പോയി, എല്ലാം കുഴഞ്ഞു പോയി വെള്ളം പോലെ. പക്ഷെ ഇത് മൊത്തം ഞാൻ കഴിക്കും. ഗൈസ് 50 രൂപ ആയുള്ളൂ കേട്ടോ. അപ്പൊ വേറെ ഒന്നുമില്ല, ആകെപ്പാടെ പുളി ഇച്ചി കൂടുതല. പിന്നെ ഈ പറഞ്ഞ കണക്ക് അത് മണ്ടേ കൂടെ ഒഴിച്ചോണ്ട് അതെല്ലാം കൂടി കുഴഞ്ഞു പോയി, അതുകൊണ്ട് കഴിക്കാൻ പറ്റണില്ല. ചുമ്മാ ഇളക്കി കഴിക്കേണ്ടി വരും. കടല. പക്ഷെ നമുക്കപ്പം ഒരു 5-ല് 2 കൊടുക്കാം. അതെ ഇല്ലേ? റേറ്റിന് ഭയങ്കര ലാഭം കേട്ടോ. അവർക്ക് എങ്ങനെ മുതലാവുന്നോ എന്തോ പാവം. അപ്പൊ അടുത്തടുത്തോട്ട് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ കറക്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ചേട്ടന്മാർ നടത്തുന്ന കടയിലെത്തി. അടുത്ത പാനിപ്പൂരി ട്രൈ ചെയ്യാൻ. ഞാൻ ഇങ്ങനത്തെ കടകളിലാട്ടോ ഉദ്ദേശിച്ചത്. സോ കടകളൊക്കെ ഭയങ്കര കുറവ് കേട്ടോ. നേരത്തെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാണുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര കുറവ്. അണ്ണാ ഒരു പ്ലേറ്റ് പാനിപ്പൂരി റെഡി ആക്കുക കേട്ടോ. സോറി, സിംഗിൾ പ്ലേറ്റ്. ഹൗ മെനി പ്ലേറ്റ് സെയിൽ വൺ ഡേ? ഒരു ഡേ എവ്വളോ പ്ലേറ്റ് വിൽക്കും? ഹിന്ദി, എനിക്കാണെങ്കിൽ ഹിന്ദി അറിയത്തില്ലല്ലോ. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. ഹൗ മെനി പ്ലേറ്റ് സെയിൽ വൺ ഡേ? മധുരം ആഡ് ചെയ്തോ? എങ്ങനെയാന്ന് വെച്ചാ ചേട്ടൻ പ്ലേറ്റ് എടുത്ത് കൈ തന്നിട്ടുണ്ട് കേട്ടോ. അല്ല, ഇതിനകത്ത് വെച്ചാ മതി. കൊള്ളാം. അടുത്തത് വാങ്ങട്ടെ ഗൈസ്. നമ്മൾ മുംബൈയിൽ അതേ സിസ്റ്റം കേട്ടോ. മുംബൈയിലും ഇങ്ങനാ. ഓക്കെ, ചേട്ടൻ കയ്യില് നല്ല ഹൈജീനായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്, ഗ്ലൗ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ. മലയാളം അറിയണ? ഒരു ദിവസം എത്ര പ്ലേറ്റ് പാനിപൂരി പോവും? 50, 60, 70. എത്ര നാളായി കേരളത്തില്? 18 വർഷം. 18 വർഷമായി കഴിച്ചു. ഞാൻ ഇങ്ങനെ കൊണ്ടു കൊടുക്കും കേട്ടോ. ഫീഡൂടെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വന്നേനെ. പൊളിയല്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിച്ചു. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതാണ് കറക്റ്റ് ഭായിമാരടുത്തുനിന്ന് കഴിച്ചത് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ കഴിച്ചത് ഒരു തമിഴ് കടയായിരുന്നു കേട്ടോ. ആണോ? കഴിഞ്ഞല്ലോ. ഓക്കെ, ഫിനിഷ്. ഇനിയുണ്ടോ? അപ്പൊ എത്ര പീസാ ഒരു പ്ലേറ്റ്? 8 പീസാണോ? ഓ, ഒരു പ്ലേറ്റ് 8 പീസാട്ടോ. ഗൈസ്, ഇതാണ് പാനിപ്പൂരി. കട കാണാൻ വലിയ ലുക്കൊന്നുമില്ല, ശരിയാണ്. കറക്റ്റ് ഭായിമാരാണ് ഉണ്ടാക്കുന്നത്. ആ ചേട്ടൻ 18 കൊല്ലമായി നമ്മുടെ ഇവിടെ വന്നിട്ട്. വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗ്ലൗസ് കയ്യില് പ്ലാസ്റ്റിക് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നല്ല ഹൈജീൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇനി വെള്ളം യൂസ് ചെയ്യുന്ന ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ എന്നാ നല്ല ഇതായിരിക്കും. കാരണം കൈ ഗ്ലൗ വരെ ഉപയോഗിച്ച് അത്ര ഹൈജീൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഒരുപാട് പേര് വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം ഒരു 70 പ്ലേറ്റ് ഒക്കെ മിനിമം പോകുന്ന ചേട്ടൻ പറഞ്ഞു. അതുമല്ല, 8 പീസ് പാനിപ്പൂരി ഉണ്ട്. 5 ഉണ്ട്. 8 പീസ് പാനിപ്പൂരിക്കാണ് 50 രൂപ. പക്ക ടേസ്റ്റ് കേട്ടോ. നമുക്ക് 5-ൽ 5 കൊടുക്കുന്നു. കാരണം നമ്മൾ നേരത്തെ കഴിച്ചത് തമിഴ്നാട്ടിലായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ടൈപ്പ് ഓഫ് കുറച്ച് മസാലയും കറികളും മിക്സറൊന്നും ഇല്ല. അപ്പം ഇതെന്ന് പറയുന്നത് പക്ക നോർത്ത് ഇന്ത്യൻ പക്ക പാനിപ്പൂരി കട. സോ ഗൈസ്, അടിപൊളി ചലഞ്ച് നല്ല അടിപൊളിയായിട്ട് പോകുന്നു. 5-5 നമ്മുടെ, കാരണം ഈ ഒരു പ്രൈസിന് ഇത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ്. എനിക്കിത് കഴിച്ചപ്പോ സത്യം പറഞ്ഞ നമ്മളെ പഞ്ചാബി ഇല്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയല്ലേ കിട്ടുന്നേ.
പിന്നെ ഇല്ല എനിക്ക് കഴിച്ചപ്പോ പിന്നെ അതിന്റെ ഒരു ബോള് കുറച്ചുകൂടി വലുതുവാ, കുറച്ചുകൂടി ക്രിസ്പിയാ. ഇത് ഇച്ചിരി വേറെ ടൈപ്പ്. ഇത് ചെറിയൊരു ഇതാണ്, ഒരു അത്ര ക്രിസ്പ്നെസ് ഇല്ല. കൊള്ളാം, ഇതും കൊള്ളാം. അത് നമ്മൾ ഇത്രയും നേരം കഴിച്ചത് 5 എണ്ണ ഉള്ളായിരുന്നു. ഇതിപ്പോ 8 എണ്ണ 50 രൂപയ്ക്ക് ഭയങ്കര ലാഭവും നല്ല ടേസ്റ്റും ഉണ്ട്. എരിയും പുളിയും എല്ലാം ഉണ്ട്. സെറ്റാ. അപ്പം 5 സ്റ്റാർ നമ്മളെ ബായി ചേട്ടന്മാരെ കൊണ്ടുപോയി അവിടെ നിന്ന് എല്ലാവരും വന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ. സോ നമുക്ക് അടുത്ത ഷോപ്പിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. പിന്നെ നമ്മൾ ലേറ്റ് ആയി കേട്ടോ വീഡിയോ എടുത്ത്. കാരണം ഈ പാനിപ്പൂരി ഒരിക്കലും രാവിലെ ഉച്ചയ്ക്കൊന്നും ആരും നമ്മളിവിടെ സെല്ല് ചെയ്യത്തില്ല. ഈ കടകളെല്ലാം ഓപ്പൺ ആവുന്നത് ഒരു 4 മണി 3 മണി കഴിഞ്ഞിട്ടാണ്. അപ്പൊ എത്രയായാലും ആ ടൈമിൽ വന്നാലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. നമ്മൾ പലയിടത്തും പോയപ്പോൾ ക്ലോസ് ആയിരുന്നു. ആദ്യം പോയിടത്തില്ല, കൊണ്ടുവന്ന് തരീച്ച. അതുകൊണ്ട് ഈ സമയത്ത് പാനിപ്പൂരി നമ്മളിവിടെ നോർത്തിലൊക്കെ അവിടെ എപ്പോഴും കിട്ടുമായിരിക്കും. നമ്മളിവിടെ ഈ ടൈമിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ഇരുട്ടായി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. പാനിപ്പൂരി ഉണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ ലുലുല്. പാനിപ്പൂരി നമ്മുടെ 5ാമത്തെ ഷോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. ബില്ല് ആദ്യമേ ചെയ്യുന്നോണ്ട് 70 രൂപയായി. വില ആദ്യമേ അറിയാം. കാരണം അതെ അതെ. സോ പാനിപ്പൂരി 70 രൂപ. ട്രൈ ചെയ്ത് നോക്കാം. എന്തുവാ ഇത് കളിപ്പോട്ടൊന്നും അല്ലത്. അവ എടുക്കാൻ പഠിച്ചിട്ട് എന്റെ കൈ കൊണ്ട് എടുത്തു കൊടുക്കാൻ. നല്ല ഉറങ്ങി അമ്പൂട്ടൻ. നമ്മൾ എപ്പോഴേ വരണ്ടേന്ന് അറിയാം. അമ്പൂട്ടൻ ഉറങ്ങുന്നത് കൊണ്ട് അവനെ ശല്യം ചെയ്തില്ല. അവ ഉണർന്നിട്ടാണ് വന്നത്. നീ എന്നെ ബുദ്ധിമുട്ട് നിന്നെ ഉണർത്തേണ്ടത് വിചാരിച്ചു കാറി നമ്മൾ കുത്തിയിരുന്നു കാവല് എണീക്കാൻ വേണ്ടി. അനക്കമില്ലായിരുന്നല്ലേ? സത്യം അമ്പു ഇല്ലാത്തോണ്ട് അമ്പു ഉറങ്ങും. അടുത്തുണ്ട്, ഉറങ്ങുമായിരുന്നെങ്കിൽ പോലും ഒരു സൈലന്റ് ആയിരുന്നു ഭയങ്കര. പാനിപ്പൂരി 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 റെഡി. ചെറിയ പാനിപ്പൂരി പാനിപ്പൂരി കണ്ടിട്ട് തട്ടു പിടിക്കോ. ഇത് വെറൈറ്റി പാനിപ്പൂരി കേട്ടോ. ഓക്കെ, പുളിവെള്ളം ഉണ്ട്, എരിവെള്ളം ഉണ്ട്, എല്ലാം ഒഴിച്ചോ. മിന്റ് വെള്ളം എന്നാ പറയാ. ഒഴിക്കട്ടെ, നിനക്കൊരെണ്ണം എടുത്തോ ഒഴിച്ചു തരാം ഞാൻ. ആദ്യം ഇവിടുത്തെ ഡാൻസ് കളിക്കും കേട്ടോ ഇവിടുന്ന്. അപ്പൊ നമ്മളെ എത്രാമത്തെ പാനിപ്പൂരി എണ്ണ ഒന്നും ഇല്ലടേ ഇപ്പൊ. 5ാമത്തെ അല്ലേ? 5ാമത്തെ കട. 5ാമത്തെ കട. മധുരോ? ഞാൻ ഇത് തോനെ ഒഴിക്കണ്ടെന്ന് തോന്നുന്നു. ഇത് മധുരമാന്ന് തോന്നുന്നു. ഇതിന്റെ അകത്ത് മധുരമുണ്ട്. അല്ല, ഇത് ഭയങ്കര മധുരോ. ഇതാ ഇത് കുറച്ചൊഴിച്ചാ മതി. ഹണി ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് പക്ക പാനിപ്പൂരി അല്ലെന്ന് തോന്നുന്നു. അതിൽ ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ സ്ഥലമില്ല. അകത്തൊരു തണുത്ത സാധനമുണ്ട്. തൈരാണ് എന്തോ. ഉരുളൻകിഴങ്ങ് ഒരുപാട് പൊടിച്ചിട്ടില്ല, അതേപോലെ കട്ടാക്കി തന്നെ വെച്ചേക്കുക. പഞ്ചസാര ഇട്ട് എന്തോ ഒരു മധുരമുണ്ട്. അല്ല, മധുരം ഇതിനാടാ ഈ സാധനം. ഇത് മാത്രം ഇടാൻ നക്കി നോക്കി. മധുരോ? ഈ മധുരമല്ലേ? കൊള്ളാം ഗൈസ്. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് കേട്ടോ. നമ്മളൊരു നോർമൽ പാനിപ്പൂരി നമ്മൾ ഇത്രയും കഴിച്ചതിൽ നിന്നും ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ല, അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ? നമ്മൾ ഈ ഇത്രയും കഴിച്ചതിൽ നിന്നൊരു വെറൈറ്റി ടേസ്റ്റാണ്. കൊള്ളാം. എല്ലായിടത്തും 5 പീസാട്ടോ. നമുക്ക് ആകെ 8 പീസ് വന്ന് നമ്മുടെ ബായിച്ചേട്ടന്മാരാട്ടോ. കാരണം കൊള്ളാം. ഇന്ന് ഫുൾ ഡേ പാനിപ്പൂരി ആയിരുന്നു. നമ്മളിന്ന് വേറെ ഒന്നും കഴിച്ചിട്ടില്ലേ. കുഴപ്പമില്ല. എന്നാലും മധുരവും പുളിയൊക്കെ ആയിട്ടൊരു വൈബുണ്ട്. 70 രൂപയുള്ളൂ. നമുക്ക് എത്ര കൊടുക്കാം? ഒരു 4 കൊടുക്കാം. ഒരു 4 പോയിന്റ് കൊടുക്കാം. 4 സ്റ്റാർ കൊടുക്കാം. വെറൈറ്റി ടേസ്റ്റ്. പിന്നെ ഈ റേറ്റ് വരെ ഉള്ളത് കൊണ്ടാ. നൈസ്. ഇത് ലുലുമാളിലുള്ളതാ. ഇനി ഇവിടെ നമുക്ക് വേറെ കട ഉണ്ടോ നോക്കാം. ഇല്ല, ഇവിടെ വേറെ ഇല്ല. ഇനി ഹൈപ്പറിലുണ്ടെങ്കിലേ ഉള്ളൂ. ആണല്ലേ? ഒരു പാനിപ്പൂരി. നമ്മൾ അടുത്ത ഷോപ്പിലെത്തി കേട്ടോ, നോർത്ത് എക്സ്പ്രസ്. ഇനി ഇവിടുന്ന് പാനിപ്പൂരി വാങ്ങാം. അപ്പൊ 5 അല്ല, ഒരു എക്സ്ട്രാ ഒരെണ്ണം അല്ല, ഒന്നല്ല കേട്ടാ. 1 2 3 4 5 6 7 8 നമ്മളെ ബായ പൊട്ടിക്കോ. നമുക്ക് 167 രൂപ കേട്ടോ. 2 വെള്ളമുണ്ട്. ഇതിന്റെ അകത്ത് പുറത്തൂടെ ടൊമാറ്റോ സോസ്, അകത്ത് മിക്സർ എല്ലാം ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കോ. ഞാൻ ഒഴിച്ചു തരാം ഓരോന്നായിട്ട്. കൈ വെച്ചോ. അവിടെ നല്ല തണുത്ത വെള്ളോടാ. പക്ഷെ എന്റെ മോനെ പിടി അവര് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്റെ കൈ അനങ്ങുന്നത് ഞാൻ അനക്കുന്ന എല്ലാം അമ്പൂട്ട് അനക്കുന്നതാ. നല്ല കൂളായിരിക്കും. ഉച്ചി വരെ കയറിക്കാണ് കൂള്. നല്ല തണുപ്പാട്ടോ.
എങ്ങനെയുണ്ട്? അടിപൊളി. പിന്നെ വലിയ നോർമൽ പാനിപൂരി എങ്ങനെയാണോ അതെ. ഇപ്പൊ ഇത്ര നേരം കഴിച്ചത് എന്തായിരുന്നു? ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. ഇപ്പൊ ലാസ്റ്റ് പിന്നെ അത് തോന്നി ഒഴിക്കില്ല, പുളിയായി പോകും. ആണോ? എനിക്ക് ടൊമാറ്റോ സോസിന്റെ വെള്ളമാണ്. ടൊമാറ്റോ സോസ് ആൾറെഡി അത് ഒഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ മടുത്തു കേട്ടോ. ഇത് നല്ല തണുപ്പാ. ആ ഒരു കൂളിംഗ് എഫക്ട് പൊളി കേട്ടോ. അവള് പറഞ്ഞ കണക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ഇത് നമ്മൾ കഴിച്ചതില് എനിക്ക് ഇതും ഇഷ്ടപ്പെട്ട്. ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹോയ് പഞ്ചാബും കൊള്ളാം, ഇതും കൊള്ളാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഒരു എല്ലാം കൂടി കഴിച്ചാൽ നമുക്കൊരു ഇത് പറയാം. ഇപ്പൊ ഇതിന് 5 അല്ലേ? ഞാൻ ഇതിന് 5 കൊടുക്കും. കാരണം 8 എണ്ണം ഉണ്ട്. ഞാനും കൊടുക്കും 5 കൊടുക്കും. 5 ഒരുപാടായല്ലേ? നമ്മളെല്ലാത്തിനും ഫുൾ മാർക്ക് കൊടുത്ത പോലെ തോന്നുന്നു. കുറയ്ക്കാൻ തോന്നുന്നില്ല. അടിപൊളിയല്ലേ? ഏലക്കയുടെ ഫ്ലേവറോ? എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ എവിടെ നോക്കി വരും. എന്താന്ന് അറിയാൻ വയ്യ. മിന്റാണോ? നിന്നേ മിന്റാട്ടോ. ഏലക്ക പോലും. ഈ സാധനം ഏരിയ കേട്ടോ. ഇത് നല്ല അത്യാവശ്യം സ്പൈസിയാണ്. ഇതുണ്ടോ കേട്ടോ? അമ്പൂട്ടിന് ഇതിന്റെ ഇത് ഇച്ചിരി ഒടിച്ചു കൊടുക്കുവേ. തിന്നു കഴിഞ്ഞ് ഒരു ഡാൻസ് ഉണ്ട്, ഒരു സ്ലോ മോഷൻ ഡാൻസ്. അമ്പു അറപ്പിച്ചെന്തിനാ, അല്ലെങ്കിൽ കളിച്ചാലേ. പാനിപ്പൂരി വായിട്ട സംസാരിക്കല് പെട്ടെന്ന് മണ്ട കയറും. പൊളി സാധനം. 5 സ്റ്റാർ. ഇന്ത്യൻ എക്സ്പ്രസ് 5 സ്റ്റാർ, നോർത്ത് എക്സ്പ്രസ് 5 സ്റ്റാർ നേടിയിരിക്കുന്നു. ഹേ ഗൈസ്, അങ്ങനെ നമ്മളെ 7ാമത്തെ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മളെ ലുലു മോളിലെ ഹൈപ്പർ മാർക്കറ്റ് ആണ്. നമ്മൾ അവിടെ നിന്നും കൂടി പാനിപ്പൂരി വാങ്ങിച്ചു. അവിടെ പാനിപ്പൂരി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അവിടെ നമുക്ക് ഇങ്ങനെ ബോക്സിലാട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതെ. അപ്പൊ നമ്മളൊന്ന് 7 സ്ഥലത്ത് ദിവസം നമ്മൾ പാനിപ്പൂരി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു കേട്ടോ. ഞാൻ ആദ്യത്തെ 3 എടുത്ത് കഴിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതായി. ഒന്നാമതില്ല പുളിവെള്ളം അല്ലേ കുടിക്കുന്നേ. അതെ അതെ അതെ. ഇത് ഇച്ചിരി ടഫാട്ടോ ഇത്. അപ്പം എല്ലായിടത്തും അതെ, ഇതിന് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. കാരണം നമ്മൾ തന്നെ മിക്സ് ചെയ്യണം. ഇതിനകത്ത് എല്ലാം സെപ്പറേറ്റ് വെച്ചേക്കും. ഉരുളൻ കിഴങ്ങും കടലയൊക്കെ ഉണ്ട്. പിന്നെ പുളിവെള്ളം, മധുരം. ഇത് മധുരം അത് എത്ര ഉണ്ട്? മൊത്തം 3 എണ്ണം. ബോള് 1 2 3 4 5 6 എണ്ണം. 7 എണ്ണം. എന്താ 7 കണക്ക്? ഒരെണ്ണത്തിന് 10 രൂപ. 70 രൂപയല്ലേ? ഇതിന്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. 70 രൂപയുള്ളൂ അല്ലേ? നമ്മൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് കഴിച്ചത് നമ്മള് കുരുത്തക്കേട് കാണിക്കരുത്. എന്തിനായിരുന്നു കുരുത്തക്കേട്? എന്തിനായിരുന്നു കുരുത്തക്കേട്? ഇവിടെ പാനിപ്പൂടി, ഇത് എന്റെ പാനിപ്പൂടിയാ. ഓടിക്കോ. കളിക്കാനുള്ള ബോളാ. ബോൾ മിക്സ് ചെയ്താടെ ഇരിക്കാതെ. കൊച്ചിനെ പിടി, ഞാൻ പിടിക്കാം. ഇവിടെ പിടി, ഇവിടെ നിക്ക്. സാറിന് എത്ര പാനിപ്പൂരി വേണം? എനിക്ക് 2 എണ്ണം മതി. നമ്മൾ ഈ ബൗൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈക്ക് കുത്തുമ്പോ. അപ്പം സത്യം പറഞ്ഞാൽ ലുലുക്കാര് നമുക്ക് കാശ് കുറച്ച് വെക്കണം. കാരണം നമ്മളാണ് ജോലി ഉണ്ടാക്കുന്നത്. എല്ലാം പോയി. നിന്നോട് കൊച്ചിനെ പിടിക്കാനല്ലേ ഞാൻ പറഞ്ഞേ? കൊച്ചിനെ പിടിക്കാനേ പറഞ്ഞോളൂ, പാനിപ്പൂരി പിടിക്കാൻ പറഞ്ഞില്ലല്ലോ. കൊച്ചു പാനിപ്പൂരി പിടിക്കാൻ നീ കണ്ടില്ലേ? കൊച്ചിനെ പിടിക്കാൻ പറഞ്ഞു, കൊച്ചിനെ പിടിച്ചു. ആകെ പണം നീ ഒരു പാനിപ്പൂരിയുടെ അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതിനകത്ത് അങ്ങനെ അത് മൊത്തം പൊട്ടി. തന്റെ മോനെ അറിയുമ്പോ എടാ പൊട്ടാത്ത അവന്റെ ഉണ്ട്, അതിന് വാങ്ങിരുന്ന പൊട്ടിയിരുന്ന. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുഴി ഒഴിച്ചിട്ട് നമ്മൾ ഈ കിഴങ്ങ് അതിനകത്തോട്ട് കിഴങ്ങത്തി. എനിക്ക് ഒരെണ്ണം മതി കേട്ടോ. ഒരെണ്ണം മതിയോ? ജസ്റ്റ് ടേസ്റ്റ്. അല്ലേ ഒന്നേ തരുന്നുള്ളൂ, ബാക്കി നിന്റെ മോൻ പൊട്ടിച്ച്. ഇത് തുറക്ക്. മിന്റ് ചട്നി. മിന്റാണോ എരിയാണോ എന്ന് അറിയത്തില്ല. പുളിവെള്ളം ഒഴിച്ചു. എനിക്ക് ഇതിലവര് ഹണി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഹണി ഉണ്ടോ? കുറച്ചവിടെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. സാറ് തന്നെ കഴിച്ചോ. ഞാൻ ഉണ്ടാക്കി പാനിപ്പൂരി അടിപൊളി സാധനം. റേറ്റ് 4 കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നോണ്ട് ഒന്നും എടുത്തില്ലേ. നല്ല ഫ്ലേവർ ഉണ്ട്. ആ മസാല ഉണ്ടല്ലോ, ഇതാ കറക്റ്റ് മസാലയാ. അത് ഞാനോട് കഴിയട്ടെ. ഇവള് ഇഷ്ടം പോലെ വെള്ളം എടുക്കും കേട്ടോ. ഞാൻ നോക്കിക്കോളാം. ആ ക്രിസ്പി സൗണ്ട് കിട്ടില്ലേ? ഇതിങ്ങനെ നിക്കാനോ?
5-ന് 5. ഓക്കെ, ഞാൻ 4 പറഞ്ഞേ. സോ 5 കൂടെ. അല്ല, ഒന്നും കുറയ്ക്കാൻ ഇല്ലല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ 70 രൂപയേ ഉള്ളൂ. ശരി, ലാഭം. പിന്നെ നമുക്കിതൊരു രസമാണ്, നമ്മൾ ഉണ്ടാക്കുന്ന രസമാണ്. പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. ബേൽപൂരി നമ്മളൊന്ന് കഴിച്ചായിരുന്നില്ലേ? വേറുണ്ട് ദഹൽപൂരിയോ? ഞാൻ പറഞ്ഞു നീ ആര് ഫിറോസിക്കെന്ന്. അമ്പ് ഫുഡ് കഴിച്ചിട്ട് പറയുന്നുണ്ടോ നിങ്ങള്? ഇനി അടുത്ത് കടി കടി. നിങ്ങൾ കുഞ്ഞു ഇൻഫ്ലുവൻസ്ഡാ. അപ്പൊ ഗൈസ്, നമ്മള് ഇതിനകത്ത് ചലഞ്ചില് ഏതാണ് വിന്നർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിച്ചതില് ഏറ്റവും അടിപൊളി നമ്മൾ 5 മാർക്ക് ഇപ്പൊ ഏതിനും കൊടുത്തു? എല്ലാത്തിനും അല്ല, ഒരുവിധം. നമ്മൾ ആ ഭായിമാരുടെ 5 കൊടുത്തു, ഹോയ് പഞ്ചാബിക്ക് കൊടുത്തു. അവിടെ നോർത്ത് എക്സ്പ്രസിൽ 5 കൊടുത്തു. പിന്നെ 4 നമ്മൾ 5 സ്റ്റാർ കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ എന്തെങ്കിലും റീസൺ വേണ്ടേ കുറയ്ക്കാനായിട്ട്. പിന്നെ ഇത് ഞാൻ വിചാരിച്ചു ഒരു പോയിന്റ് കുറയ്ക്കാന്ന്. പക്ഷെ ചെറിയ ഫുഡല്ലേ, നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആണെങ്കിലും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇരുന്ന കുഞ്ഞൊരു ഫുഡായി. അതെ. അപ്പൊ എന്തായാലും ഈ ചലഞ്ച് എനിക്ക് സ്കോർ വൈസ് അല്ലാണ്ട് എനിക്ക് ടേസ്റ്റ് വൈസ് എല്ലാം ഇഷ്ടപ്പെട്ടത് ഹോയ്. അപ്പൊ നമുക്ക് വിന്നർ ആയിട്ട് നമ്മുടെ ഹോയ് പഞ്ചാബ് അങ്ങോട്ട് ക്ലാപ്പ് ചെയ്യാം. സോ വിന്നർ. അപ്പം എനിക്ക് കഴിക്കുന്നതിൽ ഇഷ്ടപ്പെടാതെ നമ്മൾ അവിടുന്ന് കഴിച്ച ഒരു തമിഴ് ഷോപ്പിൽ നിന്ന് കഴിച്ച അത് പാനിപൂരി എന്നുള്ള വെർഷൻ ഒന്ന് മാറിപ്പോയി. അവരുടെ സ്റ്റൈൽ ഓഫ് കുറച്ച് മസാല പരിപാടികളൊക്കെ ഇതിന്റെ ക്രിസ്പിനെസ് ഒക്കെ പോയി ഒരു മാവായി മാറി. അതെ. അപ്പൊ നമ്മുടെ ഈ ഒരു ചലഞ്ചും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സാറേ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള റെഡി കാണുന്നവരെ ബൈ. ഇടിച്ചല്ലേ ഇവിടെ വീണു. ഞാൻ പറഞ്ഞ ചവിട്ടി. വീട് മൊത്തം പാനിപൂരി. ഇന്നത്തെ ദിവസം മൊത്തം പാനിപൂരി. കടൈസി പാനിപൂരി. ഇനി കുറച്ച് നാളത്തേക്ക്, അതായത് ഈ 1 മാസത്തേക്ക് ഇനി ഞാൻ പാനിപൂരി. 1 മാസം കഴിഞ്ഞ് തിന്നു.